ഹലോ എവരിവൺ, ദിസ് ഈസ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഫ്രം EFT മെൻറ്റർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രെയിൻ ഫോഗ് എന്നുള്ളൊരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. എന്താണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ഫസ്റ്റ് ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. ലാസ്റ്റ് ഞാനിപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഇതേപോലെയുള്ള ഫീലിംഗ് നമുക്ക് പെട്ടെന്ന് സ്ഥലകാലബോധം മിസ്സാവുക, എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പെട്ടെന്ന് മിസ്സാവുക, ഇങ്ങനത്തെ സംഭവങ്ങളെയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളെയാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ബ്രെയിൻ ഫോഗ്. ഇത് വരാനുള്ള കാരണം എന്തുകൊണ്ട് വരുന്നു ബ്രെയിൻ ഫോഗ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇമോഷൻസ്, സ്ട്രെസ്സ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഡേ ടു ഡേ സ്ട്രെസ്സ്, അതേപോലെ തന്നെ വർക്ക് സ്ട്രെസ്സ്, പെട്ടെന്ന് നമ്മൾ ഡേ ടു ഡേ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന പ്രഷർ, ഈ സംഭവങ്ങൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മുടെ ബ്രെയിൻ ഇത് പ്രോസസ്സ് ചെയ്യും, കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്യും. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ബ്രെയിന് ഈ ടെൻഷൻസൊക്കെ വഴിമാറ്റി വിടും. നമ്മുടെ ചെസ്റ്റിൽ ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, നമ്മുടെ വയറിൽ ആങ്സൈറ്റി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇത്തരത്തിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രശ്നമുണ്ടാകും. ശരീരത്തിനും കംപ്ലീറ്റ് ആയിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ ടെൻഷൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഓവർഫ്ലോ, അതല്ലെങ്കിൽ കറണ്ടിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്യൂസ് പോവും. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ച ഫ്യൂസ് കത്തിപ്പോവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഫ്യൂസ് പോകുന്ന അവസ്ഥയാണ് ശരിക്കും ബ്രെയിൻ ഫോഗ്. ഒരുപാട് ടെൻഷൻസ് അധികമാകുമ്പം അതിൽ നിന്നൊന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു പ്രോസസ്സ് ശരീരം, ബ്രെയിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ബ്രെയിൻ ഫോഗ് പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആണുങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഹോർമോൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേഡീസിലാണെങ്കിൽ തൈറോയിഡ്, അതേപോലെ തന്നെ പ്രൊജസ്റ്ററോണൊക്കെ അളവ് കുറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ആയിട്ട് അനുഭവപ്പെടാം. ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസീസ് ഉണ്ടാകും ചില ആളുകൾ. കാരണം ബ്രെയിൻ ഫോഗുള്ള അധികം ആളുകളിലും ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല. നമുക്കറിയാം ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ളത്, അതിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. ഇതിലെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന മെൻ്റൽ ടെൻഷനാണ്. പക്ഷേ ചികിത്സ പലപ്പോഴും ചെയ്യുന്നത് ഹോർമോണൽ തെറാപ്പി, ഹോർമോണിൽ കുറവുള്ളത് മാറ്റുന്നു, തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻ്റ് ചെയ്യുന്നു, ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി കാരണം ഒരുപാട് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നു, അതിനുവേണ്ടി മരുന്നെടുക്കുന്നു വയറിലെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥമായിട്ടുള്ള കാരണം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ബ്രെയിൻ ഫോഗ് എന്നുള്ള പ്രശ്നം അധികം ആളുകളിലും പൂർണ്ണമായിട്ടും മാറിപ്പോവാത്തത്. നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങളുടെ ആരോഗ്യത്തെക്കാളും വലിയ മെൻ്റൽ ടെൻഷൻ, എന്ത് ടെൻഷനാണ്, എന്ത് ഭാരമാണ് നിങ്ങൾ തലയിൽ കയറ്റി കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് പിക്ചർ നമുക്ക് വേണം. പലപ്പോഴും അധികം ആൾക്കാരും പറയാം അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല, വലിയ ടെൻഷനൊന്നുമില്ല എന്ന് പറയും. എന്താണത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അസസ് ചെയ്യണം. എത്രത്തോളം അതിന് ആഴമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. പലപ്പോഴും പല സ്ട്രെസ്സിനെയും നേരെ നിന്ന് ഫേസ് ചെയ്യാനും നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് അത്രയും കുറവായിരിക്കും. അത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, EFT പോലുള്ള തെറാപ്പീസ് ഉപയോഗപ്പെടുത്താം. ഏത് രീതിയിലായിരുന്നാലും നിങ്ങളത് പെട്ടെന്ന് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള എക്സസൈസുകൾ, ബാക്കി കാര്യങ്ങൾ, മെൻ്റൽ എക്സസൈസുകൾ, മെഡിറ്റേഷൻസ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക, മെൻ്റൽ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ മൂന്നാമത്തേതുള്ളത് മോണിറ്ററിങ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെങ്ത്ത് എത്രത്തോളം കൂടി വരുന്നുണ്ട്, ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ബ്ലോക്കുകളായിട്ട് മെൻ്റൽ ട്രോമകൾ ഉണ്ടാവും, പാസ്റ്റ് ലൈഫിൽ ട്രോമാസ് ഉണ്ടാവും. അത് എഫക്റ്റീവായിട്ട് ഹീല് ചെയ്യുക. ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിന് ഹീല് ചെയ്യുക. ഇത് ഹീല് ചെയ്ത് പതുക്കെ മെൻ്റൽ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരിക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ ഫോഗ് പ്രശ്നങ്ങൾ, മെൻ്റൽ സ്ട്രെസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഹീലായി പോകും. അതല്ല നിങ്ങൾ സിംറ്റം ട്രീറ്റ് ചെയ്യാനാണ് ഓടി നടക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര കാലം ഓടിയാലും നിങ്ങളുടെ അസുഖങ്ങൾ മാറില്ല. താൽക്കാലികമായിട്ട് സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു സമാധാനം കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടുകൾ വരും പൂർവാധികം ശക്തിയോടെ.
കാരണം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്.